ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്രൈറ്റ് ഡിസൈൻസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു ഹാഫ് കോളർ നെക്കിൻ്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. നമ്മൾ കുർത്തീസിലും ചുരിദാറിലൊക്കെ ഹാഫ് കോളർ നെക്ക് വെക്കാറുണ്ട്. ഹാഫ് കോളർ വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. ഹാഫ് കോളർ വളരെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. പേപ്പറിലാണ് ഞാൻ കാണിക്കുന്നത്. ആദ്യം നമുക്ക് ഏത് ഡ്രസ്സിലാണോ ഹാഫ് കോളർ വെക്കേണ്ടത് ആ ഡ്രസ്സിൻ്റെ നെക്കിൻ്റെ റൗണ്ട് അളന്ന് നോക്കണം. നെക്കിൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ എവിടെ മുതലാണ് നമുക്ക് കോളർ തുടങ്ങേണ്ടത് അവിടം തൊട്ടുള്ള അളവാണ് നമുക്ക് അളന്ന് നോക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 11 ഇഞ്ച് റൗണ്ടിലാണ് കോളർ വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ സ്റ്റിഫിലാണ് കട്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ കാണിച്ചു തരാനുള്ള എളുപ്പത്തിന് വേണ്ടി പേപ്പറിലാണ് കാണിക്കുന്നത്. അപ്പോൾ സ്റ്റിഫിൽ കട്ട് ചെയ്യുമ്പോൾ 11 ഇഞ്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു 1/2 ഇഞ്ച് ഇതുപോലെ പേപ്പറിൽ നിന്ന് നീക്കി ടേപ്പ് വെച്ചിട്ട് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ 11 ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ ഒരു പോയിൻ്റ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മളെപ്പോഴും കോളറിൻ്റെ നോർമൽ വിഡ്ത്ത് എടുക്കുന്നത് 3/4 ഇഞ്ചാണ്. 1 ഇഞ്ച് വരെ എടുക്കാവുന്നതാണ്, പക്ഷേ നോർമലായിട്ട് എടുക്കുന്നത് എപ്പോഴും 3/4 ഇഞ്ചാണ്. അതുകൊണ്ട് ഞാൻ ആ 3/4 ഇഞ്ച് കോളറിൻ്റെ വിഡ്ത്ത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. മറുവശത്ത് എൻഡിങ് പോയിൻറ്റിലും 3/4 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇതൊന്ന് ഡ്രോ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ഡ്രോ ചെയ്തിരിക്കുന്നത്. സൈഡ്സ് ഞാൻ ഡ്രോ ചെയ്തിട്ടില്ല. സൈഡ്സ് നമുക്ക് ഒരല്പം കർവ് ഷേപ്പിൽ വരച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ അറ്റത്ത് നിന്നും ഒരു 1/4 ഇഞ്ച്, അതായത് 0.25 ഇഞ്ചസ് നീക്കിയൊരു മാർക്കിങ് കൊടുക്കണം. മറുവശത്തും 1/4 ഇഞ്ച് ഇതുപോലെ ഉള്ളിലേക്ക് നീക്കിയൊരു മാർക്കിങ് കൊടുക്കാം. ഇനി മുകളിൽ നിന്നും ഇപ്പോൾ മാർക്ക് ചെയ്ത ആ പോയിൻറ്റിലേക്ക് ഇതുപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചെടുക്കാം. രണ്ട് സൈഡിലും അതുപോലെ തന്നെ വരച്ചെടുക്കണം. കോളറിൻ്റെ സൈഡ്സ് എപ്പോഴും ഇതുപോലെ ഒരു കർവ് ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഉള്ളൂ ഹാഫ് കോളർ നെക്കിൻ്റെ മാർക്കിങ്. ഇനി നമുക്ക് ഈ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ സ്റ്റിഫിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഡബിൾ ക്ലോത്തിൽ ഒട്ടിച്ച് മറിച്ചെടുത്ത ശേഷമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കോളറിൻ്റെ ലെങ്ത്ത് അല്പം കൂടി പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് നിങ്ങൾക്ക് ഈ കർവ് ഷേപ്പിൽ തന്നെ അല്പം കട്ട് ചെയ്ത് മാറ്റിയ ശേഷം അത് ഓൾട്ടർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇതേപോലത്തെ ഒരു ഷേപ്പിലായിരിക്കും വരുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ വ്ലോഗ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.